50 ലക്ഷം രൂപ പോട്ടെ, 1 കോടി രൂപയുടെ 2 വീടുകൾ എന്ന് സങ്കല്പിക്കുക. 2 വീടും ഒരേ എഞ്ചിനീയർ പ്ലാൻ എടുത്ത് വരച്ച് എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് അദ്ദേഹം കൊടുത്തതാണ്. 1 കോടി രൂപ. 2 പേരും പോഷനായ മനുഷ്യനും ബുദ്ധിയുള്ള മനുഷ്യനും ഈ ഒരേ എഞ്ചിനീയർ വരച്ച ഒരേപോലെ ഇരിക്കുന്ന ഒരേ മുടക്കുള്ള ഒരേ സൗകര്യങ്ങളുള്ള ഒരു ഇരട്ട പോലെ തോന്നുന്ന ആ വീടുകൾ പണിയുകയാണ്. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ അതിന് തക്കവണ്ണം അടിസ്ഥാനമിട്ട് പണിതു. ബുദ്ധിഹീനനായ മനുഷ്യൻ അതിന് തക്കവണ്ണം അടിസ്ഥാനമിടാതെ അതുപോലെ തന്നെ പണിതു. ഒന്ന് പാറമേലുമെന്ന് മണലിന്റേതെന്ന് കർത്താവ് പറഞ്ഞു. വീട് പണിയെല്ലാം കഴിഞ്ഞ് അതിന്റെ പ്രതിഷ്ഠാലയം ഉദ്ഘാടനം നടത്തുന്ന ദിവസം തന്നെ സങ്കല്പിക്കുക. 2 പേർക്ക് ക്ഷണിക്കാവുന്ന ആളുകളെ മുഴുവൻ ക്ഷണിച്ചു വരുത്തിയ ഒരു ഉത്സവം പോലെ 2ന്റെയും പരിപാടികൾ നടത്തി അവർ കയറിക്കൂടി. ആ വീട് പോലെ ഇത്, ഈ വീട് പോലെ അത്. ഈ ആളുകൾ അങ്ങേ വീട്ടിലും ഇങ്ങേ വീട്ടിലും പോയെന്ന് വിചാരിക്കുക. 2 വീടും ഒരേ സമയത്ത് അതിന്റെ ഈ പ്രതിഷ്ഠോത്സവം നടക്കുകയാണ്. അപ്പോ അവരവരുടെ വീട്ടിൽ ക്ഷണിച്ചവർ അവരവരുടെ സദ്യ നടത്തി ഭക്ഷിച്ചുവെങ്കിലും 2 ഒരുപോലെ ഇരിക്കുന്ന വീട് ഒരു കോമ്പൗണ്ടിന് അപ്പുറത്തും ഇപ്പുറത്തും. ഒന്ന് കാണുന്നതിന് എന്താ കുഴപ്പമിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു ഒരേ എഞ്ചിനീയർ ഒരേ പ്ലാൻ ഒക്കെയാണ്. എന്നിട്ട് പാറമേൽ പണിത വീടിന്റെ മനുഷ്യനോട് ചോദിച്ചു, എന്നാ ഈ മുടക്ക്? 1 കോടി രൂപയായി. 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് അല്പം കൂടെ കൂടുതലായി. ഇപ്പുറത്ത് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു 75 ലക്ഷം, അതായത് 3/4 കോടി അത്രയായിട്ടും. അപ്പൊ അവർക്ക് തോന്നി, അവിടെ 1 കോടി പണിതപ്പോൾ ഇവിടെ ഇങ്ങനെ 3/4 കോടിക്കാതെ നിൽക്കുന്നത്. അതേ, പണിയാൻ പണി. അതൊക്കെ അതിനൊക്കെ ഉണ്ട്. ഒരു നമ്മുടെ ടെക്നിക്കാണ്. കാശ് മുടക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ മുടക്കും. അപ്പൊ എല്ലാവരും പറഞ്ഞു, മിടുക്കൻ, മനാണ് ബുദ്ധിമാൻ. കാരണം അതേ സൗകര്യമുള്ള അതുപോലെയുള്ള വീട് ഒരേ എഞ്ചിനീയറുടെ അത് 1 കോടി മുടക്കി അവിടെ പണിതപ്പോൾ ഈ മനുഷ്യനോ 3/4 കോടി മുടക്കി പണിതു. പിന്നെ പലരും ഇതുപോലെ പണിയാനായിട്ട് ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താ സംഭവം? 25 ലക്ഷം രൂപ മറ്റേ വീടിന്റെ എവിടെ പോയി? തറയ്ക്ക് താഴെ മണ്ണിനടിയിൽ പോയി. ഇവിടെ അത് പോകാതെ ഒരടി മണ്ണ് മാന്തി വെച്ച് ഇതുപോലെ പണിതു. വേനൽക്കാലത്താണല്ലോ പണിതത്. മഴ പെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഉദ്ഘാടനം നടന്നു. എന്നിട്ട് ഉടനെ വിറ്റേച്ച് പോവാ ഈ പുള്ളിയുടെ കൃഷി. അത് പറയുന്നില്ല, ഞാൻ ഈ വീട് വിൽക്കാൻ പണിതതാണ്. അവനോ അതിനകത്ത് അവന്റെ തലമുറയായിട്ട് കിടക്കാൻ പണിതതാണ്. ഇന്നും അങ്ങനെയാണല്ലോ. വിൽക്കാനുള്ള വീടുകളും സ്വന്തമായി താമസിക്കാനുള്ള വീടിന്റെ പണികളും തമ്മിൽ ഒരു പിടി വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ മൂവാറ്റുപുഴ എനിക്ക് ഓർമ്മയുള്ള കാലത്ത് അപ്പുറത്തെ പാലമുണ്ട്. ഇത് അടുത്ത കാലത്ത് KT ജോർജ് എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് മന്ത്രി, അന്ന് എനിക്ക് തോന്നുന്നു ധനകാര്യമന്ത്രിയായി കേരളം ഭരിച്ചപ്പോൾ അന്ന് അദ്ദേഹം അറ്റാക്ക് കൊണ്ട് മരിച്ചു പോയെങ്കിൽ അന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു കൊടുക്കുന്നുണ്ട്. മൂവാറ്റുപുഴ സ്വന്തം നാട്, മൂവാറ്റുപുഴ പാലത്തിന് ബഡ്ജറ്റിൽ വക വിളിച്ചിട്ട് അദ്ദേഹം മരിച്ചു പോയത്. അപ്പൊ അപ്പുറത്ത് അങ്ങനെ പണിത പാലമാണ് ഇപ്പുറത്തിരിക്കുന്നത്. എന്നാൽ എല്ലാവരും പറയുന്നുണ്ട് ഇത് പണ്ടുകാലത്ത് സായിപ്പുമാർ പണിത പാലമാണെന്നോ. ഇതിന്റെ ബലം നിങ്ങൾ നോക്കിക്കൂ, ഇതിനേക്കാൾ 10 മടങ്ങ് ബലമായിരിക്കും മറ്റേ പാലം. അങ്ങനെ ആ പണ്ടുകാലത്ത് പണിത പാലങ്ങളെല്ലാം കാലടിയിൽ പെരിയാറിന്റെ അവിടെ പാലം പണിതിട്ടുണ്ട്. പോകാത്ത സ്ലാബുമില്ല, പൊഴിഞ്ഞ ഉരുപ്പിച്ച് തീരാത്ത അതിന്റെ അഴികളുമില്ല. എന്ത് കഷ്ടമാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നോക്കിയാൽ അറിയാം ഈ അടുത്ത കാലത്ത് പണിത പാലമാണ്. അപ്പോ പണികളൊക്കെ വളരെ ഭംഗിയാണെങ്കിലും പണ്ടുകാലത്ത് പണിയൊന്നും നല്ല ഈടുറ്റ പണിയാണ്. ഈ നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു പാലം പണിയാവുന്നത്. എന്റെ കേട്ടറിവ് ഇത് പണിത സായിപ്പും മദാമയും കൂടെ ഉദ്ഘാടനം ചെയ്ത ദിവസം മുഴുവൻ അടിയിൽ വള്ളത്തേന് അതിന്റെ അടിയിൽ നടക്കില്ല. കാരണം ഉരുട്ടിയാടി ചാവണയ്ക്ക് ഞങ്ങൾ കത്തോട്ടെ എന്ന് പറഞ്ഞു. ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വല്ലതും സംഭവിച്ചില്ല. റാന്നിന്റെ ഒരു പാലമുണ്ട്, അതിൽ പോകുന്നവർക്ക് കാണാം പഴയ പാലം. ഒരു തൂണിന്റെ 2 തൂണിന്റെ ഇട ഒടിഞ്ഞ തലത്ത് താഴോട്ട് തൂങ്ങിക്കിടന്നാണ് ആ കമ്പി അകത്ത് താഴോട്ട് പോകും. എന്നിട്ട് പിന്നെ സൈന്യങ്ങളെ കൊണ്ട് സൈന്യം വന്ന് വളരെ വേഗത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിതു തീർത്ത പാലമാണ്. താൽക്കാലിക പാലമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞാൻ പറഞ്ഞത് 25 ലക്ഷം 1/4 കോടി രൂപ മണ്ണിന് താഴോട്ട് പോയി. അതെന്തിനാ പറയുന്നത്? കഴിഞ്ഞ ജൂണിൽ ഇതല്ല
ഞങ്ങളിവിടെ വന്ന് താമസം തുടങ്ങുന്നതിന് ശേഷം ഈ അടുത്ത കാലത്ത് വന്ന ഇവിടെയുള്ള എനിക്കറിയില്ല ഒരു കമ്പത്തിന്റെ കെട്ടിടമാണ് ഇവിടെ ഒരു 3 നില കെട്ടിടം ഇവിടെ വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ഞങ്ങളിവിടെ വന്ന കാലം മുതൽ അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വർക്ക്ഷോപ്പിൽ വണ്ടികളെ കൊടുക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ കൂടി ആകെ കുറെ അടുത്തുള്ളതായിരുന്നു. പിന്നീട് മാറിപ്പോയി. നമ്മുടെ ഏരിയ സഹോദരന്റെ അനുജനാണ്. ഞാനത് ശ്രദ്ധിച്ചു. വളരെ ആഴമുണ്ട് അതിന്റെ അടിസ്ഥാനം. ഞാൻ എന്തും കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ആ വാനം പാത്തി അതേ ഭാഗം മുഴുവൻ നിരപ്പെ കമ്പിയിട്ട് ഇങ്ങനെ വാർന്നു. അതോടി ചേർന്ന് അടി എല്ലാം ബീം വാർത്തിരിക്കും. മുകളിലുള്ള ബീം പോലെ തന്നെ അതേ കനത്തിലും നീളത്തിലും എല്ലാം അടിയിൽ ബീം വാർത്ത നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടുകൂടെ തന്നെ ആ പില്ലറുകൾ അവിടെ നിന്ന് തന്നെ കൊണ്ടിരിക്കുക. അപ്പൊ പില്ലറ്, ബീം, അതിന് താഴെയുള്ള വേറെ ഒരു തട്ട് വാർക്ക, ഇത്രത്തോളം വാർക്ക അവിടെ നടത്തി അത് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടുപോകും. ഒരു നിലയുടെ താഴ്ച നോക്കുമ്പോൾ ഞാൻ നോക്കിയിട്ട് കൃത്യം വളർന്നില്ലെങ്കിലും ഇപ്പോഴത്തെ തല വെച്ച് നോക്കുമ്പോൾ, എന്നിട്ട് ഈ പില്ലർ പൊങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്ത മണ്ണ് ഈ സ്ഥലത്തായിട്ടില്ല. വീണ്ടും ആ മണ്ണ് തന്നെ വണ്ടിക്കടിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് അത് ഫില്ല് ചെയ്യും. വേറെയും മണ്ണ് കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എത്ര നിലയാണ് പണിയുന്നത്? 5 നിലയുടെ പ്ലാനാണ്. ഇപ്പം 3 പണിയുന്നു. ഇപ്പം 3 പണിത് വെച്ചിരിക്കുകയാണ്. 5 നില കെട്ടിട പണിയാണ്. ഒരൊറ്റ നിലയുടെ മുടക്കിനേക്കാൾ ഇരട്ടി മുടക്ക് അതിന്റെ അടിയിൽ പോയിട്ടുണ്ട്. പക്ഷേ അത് കാണാത്തവർക്ക് നോക്കി കഴിയുമ്പോൾ 1 കോല് കാണും, 1.5 കോല് കാണും, 2 കോല് കാണും എന്നൊക്കെയാ തോന്നുന്നത്. എന്തിനു വേണ്ടിയിട്ടാ 5 നില കെട്ടിടമാണ് പ്ലാൻ. ഇപ്പൊ 3 പണിതിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഒരൊറ്റ നിലയുടെ പിന്നത്തെ ആ ഇതിനേക്കാൾ എനിക്ക് തോന്നുന്ന അത്രമാത്രം ഒരു 2 നിലയുടെ പണം ഈ മണ്ണിന് താഴെ കിടക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ബലവത്താൽ. അതിന്റെ ബലം. ഇതാണ് ബുദ്ധിമാനായ മനുഷ്യനും എന്ന് പറയുന്നത്. ഇങ്ങനെ പണിത് കഴിഞ്ഞ് ആ മനുഷ്യനെ കർത്താവ് അങ്ങനെയാണല്ലോ ദൈവമക്കളെ ക്രിസ്തീയ ജീവിതത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ പണിയുന്ന 2 തരം പണിക്കാരെ കുറിച്ചും വീടുകളെ കുറിച്ചും ആണല്ലോ കർത്താവിന്റെ അന്നത്തെ ആളുകൾ പറഞ്ഞ് പഠിപ്പിച്ചത്. എല്ലാ കാലത്തേക്കുമുള്ള ഉപമാനങ്ങൾ തന്നെയാണ്. വർഷകാലം വന്നപ്പോൾ ഭയങ്കര പെരുമഴയും വെള്ളപ്പൊക്കവും തുടങ്ങി. ഭയങ്കര കൊടിയ കാറ്റ് 2 വീടിന്മേലും അടിച്ചു. ഒരുപോലെ കാറ്റ് 2 വീടിന്മേലും ഒരുപോലെ പെരുമഴ പെയ്യാനായിട്ട് തുടങ്ങി. കാറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നു, പെരുമഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇത് മുഖാന്തരമായിട്ട് വെള്ളം പൊങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. ആ വീടിന്റെ അവിടെ വെള്ളം ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. നമ്മളിത് വാങ്ങിച്ചതിന് ശേഷം ഒരു വർഷക്കാലം ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ആ പുഴയിൽ നിന്ന് വെള്ളം കയറി ഇതിന്റെ മുറ്റം വരെ കയറിയത്. ഇതിന്റെ മുറ്റം വരെ കയറിയത്. ഇതിന്റെ തറയിലേക്ക് കയറിയില്ലെങ്കിൽ ഇതിന്റെ മുറ്റം വരെ കയറിയത് ഓർക്കുന്നു. അപ്പോഴാ ഓർക്കുന്നത് ഇങ്ങനെയൊരു ശരീരം ഇത്രയും ഉണ്ടല്ലോ എന്ന്. പിന്നെ കയറിയിട്ടില്ല. അപ്പോ ആ സ്ഥലത്തിനൊപ്പം നമ്മൾ നോക്കിയതാണ്. ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളം പെട്ടെന്ന് കാറ്റ് നിന്നു. പക്ഷേ പെരുമഴ നിന്നു. പക്ഷെ വെള്ളം കുറയുന്നില്ല. അതങ്ങനെയാണല്ലോ. നോക്കിയുടെ ജലപ്രളയം നിന്നിട്ടും വെള്ളം കുറയാൻ എത്രയോ ദിവസം എടുത്തു. വർഷകാലത്തിൽ ഇതുപോലെ വെള്ളം കയറിയിടുന്നത് കുറയാൻ ഇത്രത്തോളം ആയപ്പോഴത്തേക്കും ലേഖനങ്ങൾ മാലപ്പടക്കം പൊട്ടിയിരുന്നു. ആഴത്തിൽ പണിയാത്ത അത് അതുപോലെ തന്നെ നിലം പൊട്ടിപ്പോയി. ഇതാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ആ കാര്യം. വൻമഴ ചൊരിയുന്നു. 2 വീടിന്റെ മേൽ പണിച്ചതായിരിക്കുന്ന പ്രതിരോധ ശക്തികൾ തകർക്കാൻ വന്ന ശക്തികൾ ഒന്ന് തന്നെയാണ്. എന്നാൽ ഒന്ന് പാറമേലായിരുന്നത് കൊണ്ട് അതിനൊന്നും പറ്റിയില്ല. മറ്റേത് മണലിന്മേലായതുകൊണ്ട് അത് തകർന്ന് തരിപ്പണമായി പോയി. ഇപ്പൊ അയാൾക്ക് തോന്നി 1 കോടി രൂപ തന്നെ മുടക്കി. ആ മനുഷ്യൻ പണിതുപോലെ തന്നെ ആഴത്തിൽ പിടിച്ച് പാറ കണ്ട് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയാമായിരുന്നു. ഇത് തന്നെ ക്രിസ്തീയ ജീവിതം. നമ്മൾ ആരും പറഞ്ഞതല്ല, കർത്താവായിരിക്കുന്ന യേശു. എന്നാൽ ഇത് ഭൗമികമായ മണ്ണിന്മേൽ പണിയുന്ന പാറമേൽ പണിയുന്ന ഒരു ഭൗതിക ഭവനത്തെ ഉദാഹരണമായിട്ട് എടുത്തതാകുന്നുവെങ്കിലും അപ്രകാരമുള്ള വീടല്ലല്ലോ. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെ പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യനോട് തുല്യം. കാറ്റടിച്ചു വന്മഴ നിന്ന് അധികം പൊങ്ങിയാൽ ആ വീട്ടിന്മേൽ അരച്ചു. പക്ഷെ പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ അത് വീടില്ല. എന്നാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെയും മണലിന്മേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യൻ, ബുദ്ധിശൂന്യനായ മനുഷ്യനോട് തുല്യം. വന്മഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, നദികൾ പൊങ്ങി, അത് വീട്ടിന്മേൽ അരച്ചു. അത് വീട് പോയി. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. എന്തായി പറഞ്ഞു വരുന്നത്? യേശു ക്രിസ്തുവാകുന്ന പാറമേൽ
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ട്രേഡ് സെന്ററും പിന്നെ അമേരിക്കയിലെ അടുത്തത് പെന്റഗണും. നമുക്കറിയാമല്ലോ ആരാ വന്നത് തകർത്ത് കളഞ്ഞത്? ബിൻ ലാദന്റെ ആ സംഘത്തിന്റെ പേരാ. തീവ്രവാദികളല്ലോ ഇവരെന്താ പറയുന്നത്? അൽ ഖ്വയ്ദ എന്ന് പറഞ്ഞാൽ അവരുടെ പേരാണല്ലോ. ഈ സംഘത്തിന്റെ പേര് അല്ലേ? തീവ്രവാദികൾ. അവര് വന്ന് വിമാനം ഇടിച്ച് ഇന്ധനം നിർമ്മിച്ച് കത്തിച്ച് കളഞ്ഞത് നമുക്ക് മനസ്സിലായി. അമേരിക്ക എന്ത് പറയാനുണ്ട്? ലോകത്തിലെ ഏത് രാഷ്ട്രത്തിന്റെ മേലും ഒരു ഈച്ച അനങ്ങിയാൽ അവർ അവിടെ ഇരുന്ന് കണ്ടുപിടിക്കുക. എപ്പോഴെങ്കിലും അവർ വിളിച്ചു പറയും, ഞങ്ങൾക്ക് കൊണ്ടേ മനസ്സിലായതാ. ഇന്ത്യ പാകിസ്ഥാൻ ഇതുകൊണ്ടായി വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്കറിയാമായിരുന്നു. ചൈന ഇതുകൊണ്ടായി പറഞ്ഞത് ഞങ്ങൾക്കറിയാമായിരുന്നു. ലോകത്തിൽ എവിടെയും എന്ത് കണ്ടുപിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇത് മാത്രം കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ ഞാൻ പിന്നീട് പറഞ്ഞത് മനസ്സിൽ കൊടുങ്കാറ്റടിച്ചാൽ, ചുഴലിക്കാറ്റ് വന്നാൽ, കൊടുങ്കാറ്റടിച്ചാൽ ഭൂകമ്പം ഉണ്ടായാൽ അതിങ്ങനെ ആടി ഒലിയുമെന്നുള്ളതല്ലാതെ, ഊഞ്ഞാലാടുമ്പോൾ ആടി ഒലിയുമെന്നുള്ളതല്ലാതെ നിലനിർത്താൻ കഴിയാത്ത ശാസ്ത്രീയ സാങ്കേതിക രീതിയിലാണ് പണിത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകില്ലാന്ന് മനസ്സിലായി. അൽ ഖ്വയ്ദ മാർക്ക്. അതുകൊണ്ട് ഇത് കത്തിച്ചാലേ പോകുമെന്ന് മനസ്സിലായി. എങ്ങനെ കത്തിക്കാൻ കഴിയും? ഇങ്ങനെ അവർ കത്തിച്ചു. ആ കാര്യം അമേരിക്കക്കാർ ഓർത്തില്ല. അത് ബുദ്ധിയുള്ള മന്മാൻ കിണറ്റിലെ മക്കളോട് നാട്ടിൽ ചൊല്ലുന്നു. ഏത് മനുഷ്യന്റെയും കഴിവും ബുദ്ധിയും ശാസ്ത്രീയവും സാങ്കേതികവും നിമിഷ നേരം കൊണ്ട് തകർക്കുവാൻ തക്കവണ്ണം ഒരു അപാകത മനുഷ്യന്റെ എല്ലാ പണികളിലും കാണും. ബാബേൽ കോട്ടയെ തകർക്കുവാൻ നിമിഷ നേരം കൊണ്ട് ദൈവം തമ്പുരാൻ അതിനെ കാര്യം തകർക്കുക. സോദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ പാട്ടുത്തി പറഞ്ഞ് തീണ്ടു നിറഞ്ഞത് കത്തി ചാമ്പല. അതുപോലെ തന്നെ ഇത് ചാമ്പലായി പോയി. അങ്ങനെ അമേരിക്കയോട് കൂറുള്ളവർ വിഷമിച്ചിരിക്കുമ്പോൾ അപ്പോഴാ ബില്ലി ഗ്രഹാമിനെ അവർ വന്നത്. ജനക്കൂട്ടത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ ബില്ലി ഗ്രഹാമിനെ വിളിച്ചു. ബില്ലി ഗ്രഹാമിന്റെ പ്രസംഗമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ പെട്ടകൾ തകർന്നു, വേറെ തകർന്നു. പക്ഷേ എനിക്കതിൽ കേരളമില്ല. എന്ത് അമേരിക്കയോട് കൂറിടാനല്ല, പക്ഷേ പെട്ടകന്റെ അടിസ്ഥാനം അവിടെ കിടക്കുന്നു. അത് തകർന്നിട്ടില്ല. വേറൊരു ടെററിസത്തിന്റെയും അടിസ്ഥാനം അത് ഭൂമിയെ അടിയിലേക്ക് കുഴിച്ചിട്ട് അവിടെ തന്നെ ഉണ്ട്. അത് പോയിട്ടില്ല. അത് തകർക്കാൻ അൽ ഖ്വയ്ദമാർക്ക് കഴിഞ്ഞിട്ടില്ല. അത് തകർക്കണം അവർക്കില്ലായിരുന്നു. കാരണം ഇത് തകർത്താൽ മതിയായിരുന്നു. രണ്ടിന്റെയും അടിസ്ഥാനം മണ്ണിൽ താഴെ കിടപ്പുണ്ട്. അത് പോയിട്ടില്ല. ഞാൻ ഇയാളെന്നായി പ്രസംഗിക്കണേ. എന്നിട്ട് പിന്നെ പറഞ്ഞത്, യേശു ക്രിസ്തുവിൽ അടിസ്ഥാനം വേണ്ടി ജീവിച്ചാൽ അടിസ്ഥാനം ഒരു നാൾ പോകത്തില്ല. യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമില്ലാതെ എത്ര നല്ല പൊക്കിപ്പണതാലും അതവിടെ നിൽക്കുകയുമില്ല. ഇത് അമേരിക്കയോട് ദൈവത്തിന് ചില പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ടുണ്ട്. അമേരിക്കയുടെ സാന്മാർഗിക നിലവാരം, ആധ്യാത്മിക നിലവാരം മാറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ സ്വന്തം നാട്ടിലുള്ള സ്വജാതിക്കാരോട് ബില്ലി ഗ്രഹാം വിളിച്ചു പറഞ്ഞു. അതിനുശേഷം കുറെയെല്ലാം ദൈവബോധം അവർക്കുണ്ടായി. എന്നാലും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ദൈവത്തോടുള്ള പ്രാർത്ഥന വരെ അമേരിക്കൻകാരുടെ ക്രിസ്ത്യൻ പള്ളിക്കൂടത്തിൽ നിന്നുള്ള എഴുത്തുകൾ, ഏത് മതത്തിന്റെ സ്കൂളുകളായാലും അവരുടെ പ്രാർത്ഥന അവിടെ നടത്താറുണ്ട്. ക്രിസ്ത്യാനികളെല്ലാം ഞാൻ പഠിച്ച കത്തോലിക്ക മാനേജ്മെന്റ് സ്കൂളുകളിലാണ് SLC വരെയും അവിടെ എല്ലാ ദേശീയഗാനം പാടുന്നതോടൊപ്പം തന്നെ അവരുടെ ഒരു പ്രാർത്ഥനയുമുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. അത് ജനങ്ങൾ നിർബന്ധമൊന്നുമില്ല, പക്ഷേ അതിനെ ആദ്യം എഴുന്നേറ്റ് നിൽക്കണം. അപ്പോ അമേരിക്കക്കാർ ദൈവമേ എന്നുള്ളതല്ല, അങ്ങനെയുള്ള എല്ലാ സ്കൂളിൽ എഴുത്തുകളും പിന്നെ പള്ളിക്കുട്ടി പ്രാർത്ഥന തുടങ്ങിയതാണ്. നോക്കിയേ അമേരിക്കയും. ഞാൻ പറഞ്ഞത് അടിസ്ഥാനം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. അവർക്ക് ആശ്വാസം, ദൈവമക്കൾക്കല്ലാതെ ആർക്ക് ആശ്വാസം ഉൾക്കൊള്ളാനായിട്ട് കഴിയും? ഞാൻ ഈ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം, പ്രത്യേകിച്ച് ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം, അതങ്ങനെ തന്നെയാണ് പണിയേണ്ടത്. വലിയ നഷ്ടം എനിക്ക് നിങ്ങൾക്കും സംഭവിക്കും. എന്റെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം യേശു ക്രിസ്തു എന്ന പാറമേൽ അല്ലെങ്കിൽ അവന്റെ വചനമാകുന്ന പാറമേൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗിരിപ്രഭാഷണമാകുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണത്തിന്മേലും ക്രിസ്തുവിന്മേലും അല്ലെങ്കിൽ വലിയ നഷ്ടം ഇഹത്തിൽ പരത്തിൽ നാം അനുഭവിക്കണം.
ആണെന്ന് തോന്നുന്നു. ഇത് ചെറുപ്പം മുതൽ പഠിച്ചതാണല്ലോ ഈ പ്രഭാഷണം. രണ്ട് വീടിന്റെയും അടിച്ചു തകർത്ത ശക്തികൾ, നശിപ്പിക്കാൻ വന്ന ശക്തികൾ ഒന്ന് തന്നെയാണ്. കാറ്റ്, വെള്ളം, മഴ. അതെ, കാറ്റ്, മഴ, വെള്ളം, ഇത് തന്നെയാണ്. അപ്പോ രണ്ടിന്റെ പേരും അത് ഒരുപോലെ വന്നു. അപ്പൊ എന്താ ഞാൻ ഉദ്ദേശിച്ചത്? കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കുമെന്ന് ആദ്യം പഠിച്ചു. ശരിയാണെന്ന് ഓർത്തു. പിന്നെ പഠിച്ചു അങ്ങനെയല്ല, അതുകൊണ്ടൊന്നും യഥാർത്ഥ ദൈവമക്കൾ തകരുകയല്ല. പിന്നെയോ കഷ്ടതയിൽ കൂടെ പൊന്ന് ശുദ്ധീകരിച്ചു വരുന്ന പോലെ വരികയാണ്. യോബിനെ ശുദ്ധീകരിച്ചെടുത്തതുപോലെ യഥാർത്ഥ ദൈവമക്കൾക്ക് ഈ ലോകത്ത് എന്ത് കഷ്ടം വന്നാലും, നഷ്ടം വന്നാലും, രോഗം വന്നാലും, മരണം വന്നാലും, ദാരിദ്ര്യം വന്നാലും, എന്ത് സംഭവിച്ചാലും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ടും അവന്റെ ആത്മാവിന്റെ ശുദ്ധീകരണം പൂർത്തിയാക്കുവാനായിട്ടും മാത്രമേ സംഭവിക്കത്തുള്ളൂ. അത് ആത്യന്തികമായി നന്മയ്ക്കാം. അത് പൗലോസ് പറഞ്ഞില്ല, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ അത് തകർക്കാനായിട്ട് വരത്തില്ല. പിന്നീട് മനസ്സിലായത് പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകം, ജഡം, പിശാച് എന്നൊക്കെ പറയുന്നതാണ് കയറി അടിച്ച് തകർത്ത് കളയുന്നത്. അത് പോരാടുമ്പോൾ ചിലർ പരാജയപ്പെടും എന്നുണ്ടെങ്കിൽ തന്നെയും പിന്നെയും വിജയത്തിലേക്ക് വരുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമുക്ക് പോരാടുന്നത് ജനവ്യക്തികളല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടുമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം പോരാട്ട ജീവിതമാകുന്നുവെന്നും പാപം, ലോകം, പിശാച്, സ്വയം ഇതെല്ലാം നമ്മോട് പോരാടിക്കൊണ്ടിരിക്കുമെന്നും അതിന്റെ മേൽ നമ്മൾ ദയാളികളാകണമെന്നും ഒക്കെ കർത്താവ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് ധൈര്യപ്പെടുമെങ്കിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് കഷ്ടത വന്നാലും ഈ പോരാട്ടങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കാൻ തക്കവണ്ണമാണ് നമ്മുടെ ക്രിസ്തീയമാകുന്ന ജീവിതമാകുന്ന ഈ സൗധം ഇവിടെ പടർന്നു കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുമല്ല നശിപ്പിക്കാനായിട്ട് വരുന്നത്. പിന്നെ അടുത്ത കാലത്ത് മനസ്സിലായതാണ് എന്താണെന്ന് അറിയാമോ? ശരിയായ ആത്മീക ഉണർവ് എന്ന് തോന്നുന്നത് പോലെ, ഒരു ശരിയായ ആത്മീക ഉണർവാണെന്ന് തോന്നുന്നത് പോലെ, ഒരു നല്ല കൃപയാണെന്ന് നമുക്ക് തോന്നും പോലെ, ഒരു നല്ല ഉന്മേഷം നമുക്ക് തോന്നും പോലെ ഒക്കെ വരുന്നതായിട്ടുള്ള ആത്മീക അനുഭവങ്ങളാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാണെന്ന് തോന്നും, നല്ല വചനമാണെന്ന് തോന്നും, നല്ല ലേഖനമാണെന്ന് തോന്നും, നല്ല യേശുവാണെന്ന് തോന്നും, നല്ല സുവിശേഷമാണെന്ന് തോന്നും. അങ്ങനെ പ്രാരംഭത്തിൽ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ എല്ലാം നല്ലത്, എല്ലാം ബിബ്ലിക്കൽ, എല്ലാം ആത്മീകം, എല്ലാം ദൈവികം. യേശു അത് നല്ലതല്ലേ, ആത്മാവ് അത് നല്ലതല്ലേ, സുവിശേഷം അത് നല്ലതല്ലേ, വചനം അത് നല്ലതല്ലേ എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ചിന്തിച്ചു വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ ക്രിസ്തീയ ജീവിതത്തെ ആഞ്ഞടിക്കും എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ഞാൻ പഠിച്ചിരിക്കുന്നതായിട്ടുള്ള ഇതിന്റെ വ്യാഖ്യാനം. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ഞാനത് അംഗീകരിക്കുന്നു. കാരണം അതിലൂടെയാണ് ഈ അന്ത്യകാലത്ത് ക്രിസ്തീയ ജീവിതത്തെ തകർത്ത് കളവാനായിട്ട് ഇടയാവുകയുള്ളൂ. കാരണം ഇനി നമുക്ക് വീട് ഈ ഭൂമിയിലെ വീടല്ലല്ലോ, ഇതുപോലെയുള്ള കല്ലും മരവും കോൺക്രീറ്റും കൊണ്ടുള്ള വീടല്ലല്ലോ. ക്രിസ്തീയ ജീവിതമാകുന്ന വീടാണല്ലോ, ക്രിസ്തീയ ജീവിതമാകുന്ന ആത്മീയ ജീവിതമാകുന്ന വീടാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആത്മീയ ജീവിതമാകുന്ന ഈ ലോകത്തിലെ കാറ്റോ, ഈ ലോകത്തിലെ മഴയോ, ഈ ലോകത്തിലെ വെള്ളപ്പൊക്കം കൊണ്ട് ഇത് തകർക്കാൻ പറ്റുമോ? അത് തകർക്കാനായിട്ട് പറ്റത്തില്ല. അത് ഇവിടുത്തെ കാര്യം തകർക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഉപമാനത്തിലൂടെ വെള്ളം എന്ന് പറഞ്ഞതിന്റെ ആത്മീക അർത്ഥം എന്താണ്? കാറ്റ് എന്ന് പറഞ്ഞതിന്റെ ആത്മീക അർത്ഥം എന്താണ്? മഴ എന്ന് പറഞ്ഞതിന്റെ ആത്മീകമായ അർത്ഥം എന്താണ് എന്ന് ഞാൻ ക്ലാസ്സിൽ മറ്റേതോ വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് ചിന്തിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒരാളെടുത്ത് വായിച്ചാൽ, ഒന്നുകൂടെ വായിച്ചാൽ, മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും. മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും. മഴ പോലെ എന്റെ ഉപദേശം, ദൈവത്തിന്റെ ഉപദേശം മഴ പോലെ പൊഴിയും. എന്റെ വചനം മഞ്ഞു പോലെയും
അത് ഏത് വാക്യമാണ്? ആവർത്തനമല്ലേ? എന്റെ ഉപദേശം എന്റെ വചനം മഞ്ഞുപോലെയും ഇളപ്പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മായി പോലെയും ചൊരിയും. അപ്പൊ എന്നാ പറഞ്ഞത്? എന്റെ ഉപദേശം, എന്റെ വചനം അത് ഏതുപോലെയൊക്കെയാ? മഴ പോലെ, മഞ്ഞ് പോലെ, പൊടിമഴ പോലെ, മായി പോലെ, അല്ലേ? അപ്പൊ നോക്കിക്കേ, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ ഉപദേശം, ദൈവത്തിന്റെ വചനം ഈ ഭൂമിയിൽ മഞ്ഞ് പെയ്യുന്ന പോലെ, മഴ പെയ്യുന്ന പോലെ, മായി പെയ്യുന്ന പോലെ പൊഴിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മഴയും മഞ്ഞും മാരിയും ഭൂമിയെ എങ്ങനെ, സസ്യങ്ങളെ എങ്ങനെ ഫലഭൂയിഷ്ഠമാക്കുന്നുവോ അതുപോലെ എന്റെ ഉപദേശം മഞ്ഞ് പോലെയും മഴ പോലെയും മാരി പോലെയും പെയ്യുന്ന അത് അനുഭവിക്കുന്ന ആളുകൾക്ക് അതുപോലെ ഫലപുഷ്ടിയുള്ള ജീവിതമായിട്ട് തീരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ 55:10-11 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ കാര്യം കുറെ കൂടെ നമുക്ക് വ്യക്തമാകാനായിട്ട് കഴിയും. യെശയ്യാ 55:10-11 മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല. എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനത്തെ അയക്കുന്ന കാര്യമാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. അത് മഴ പോലെ, ഹിമം പോലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച്, ദൈവം അയക്കുന്ന വചനത്തെ കുറിച്ച് അപ്രകാരമുള്ള തരത്തിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 7:37 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വേദഭാഗം. എന്നതാണ് ദാഹം, എന്താണ് കുടിക്കേണ്ടത്, എന്താണ് വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് കവിഞ്ഞൊഴുകുന്നത്? അതിന് അവസാന കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. വരിക, ദാഹിക്കുക, കുടിക്കുക, നിറയുക, കവിഞ്ഞൊഴുകുക എന്ന് പറയുന്ന ഈ വെള്ളം, ഈ ജീവജലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് വരെ പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. എന്നാൽ കർത്താവ് തേജസ്കരിക്കപ്പെട്ടിരുന്നില്ല. കർത്താവ് തേജസ്കരിക്കപ്പെട്ട് കഴിയുമ്പോൾ വരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈ വെള്ളത്തിന്റെ കാര്യം. ദാഹിക്കുന്നവൻ വരിക, കുടിക്കുക, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതായ ഈ കാര്യമുണ്ട്. യോഹന്നാൻ 4:14 ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ആ വെള്ളം സുവിശേഷമാണ്, ആ വെള്ളം വചനമാണ്, ആ വെള്ളം പരിശുദ്ധാത്മാവാണ്. വെള്ളത്തിന് എന്തെല്ലാം അർത്ഥമുണ്ടോ അതെല്ലാം ഉദ്ദേശിച്ചാണ്
അപ്പോഴല്ലേ കർത്താവ് വെള്ളത്തിന്മേൽ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ മടിയിൽ പോയിട്ട് വെള്ളത്തിന്മേൽ നടന്ന് ഇവരുടെ അടുക്കിലേക്ക് കടന്നു വന്ന ഒരു സന്ദർഭം. ശരിയല്ലേ? കടന്നു വന്ന സന്ദർഭം. അപ്പോ